പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷ ലംഘിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിലെ നിത്യസന്ദർശകരെന്ന ഡിജിപിയുടെ റിപ്പോർട്ട്. ഇവർ ആദിത്യവർമ്മയുടെ അടുപ്പക്കാരാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗണപതി വി അയ്യർ, രാജേഷ് കഴക്കൂട്ടം, ജിം അരുൺ, കോട്ടക്കൽ ഷൈജു, പത്മേഷ് പരശുരാമൻ, അശോക് എന്നിവരുടെ പേരുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഇവർ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോ എവിടൊക്കെയാണ് ഈ സ്വർണം പോണത്, എവിടെ നിന്നാണ് ഈ മോഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമല്ലേ, എവിടേക്കും പോവല്ലേ. ഇത് പിണറായി വിജയന്റെ കാലത്തായിരുന്നെങ്കിൽ ഗംഭീര വാർത്തയാവുകയും ഇതിപ്പോ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ കാലത്തായതുകൊണ്ട് ഇതൊരു വലിയ വാർത്തയില്ലാതെ മുക്കിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, സ്പെടികത്തെ ഡയലോഗാണ് ഈ വാർത്ത മുക്കിക്കളയിലെ. ഇങ്ങനത്തെ ചില സംഭവങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിലെ പിണറായി വിജയൻ ഒരു തരത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF ഒരു തരത്തിലും അംഗീകരിക്കാത്ത, ഒരു വിലയും കൊടുക്കാത്ത ഒരാളുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാനിങ്ങനെ കാണിച്ചു തരാം. അയാളുടെ ഫോട്ടോ ഇതാണ്. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. ആദിത്യവർമ്മ എന്ന് പറയാ. കേരളത്തിലെ ചില ആളുകൾ ഇദ്ദേഹത്തെ ആദിത്യവർമ്മ മഹാരാജാവ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സംഗതി പ്രശ്നം ഇതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണം കാണാതായ കേസ്. സുരക്ഷ ലംഘിക്കുന്നത് ആദിത്യവർമ്മയുടെ അടുപ്പക്കാർ. ആർക്ക് വേണ്ടിയിട്ടാണ് ലംഘിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുരക്ഷ ലംഘിച്ചിട്ട് അവിടെ സ്വർണം എടുക്കുന്നത്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ സ്വർണം അല്ല പോയിട്ടുള്ളത്, വജ്രമാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വജ്രത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതിലൊന്നും ചിലപ്പോൾ ഒരു വില കൽപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ ആൻറ്റീക്ക് വാല്യൂ ആണ്. അപാരമായിട്ടുള്ള വിലയുള്ള സാധനങ്ങളാണ്. പത്മനാഭസ്വാമിയുടെ വജ്രവും സ്വർണവും മോഷണം പോയി. ഏറ്റവും പുതിയ വാർത്തയാണ്. മോഷണം പോകുന്നത് എങ്ങനെയെന്നൊക്കെ മനസ്സിലാവാത്തത്. കാരണം അത്രയ്ക്ക് സുരക്ഷയുള്ളൊരു ക്ഷേത്രമാണ്, അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സുരക്ഷയുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അത്ര ഈസി ആയിട്ടൊന്നും ഇങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് സാധിക്കില്ല. കാരണം അതൊരു ആൻറ്റീക്ക് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ജിയോളജിക്കലി ഭയങ്കര അധികം ഒരു സംഭവമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് അടക്കം പോലീസ് വിന്യാസം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടുന്ന് മോഷണം അത്ര സിമ്പിൾ അല്ല. പിന്നെ ആർക്കാണ് മോഷ്ടിക്കാൻ സാധിക്കുക? അവിടേക്ക് ഈസി ആയിട്ട് അവിടേക്ക് പോകുവാനും ആക്സസ് ഉള്ള ഒരു മനുഷ്യരാണ്. അതാരാണ്? ഒരു സംശയം വേണ്ട, ഈ ആദിത്യവർമ്മയും അവരെ കുടുംബക്കാരും അവരെ പരിചയക്കാർക്കൊക്കെ തന്നെയാണ് അതിനുള്ളിൽ നന്നായിട്ട് മേയാൻ സാധിക്കുക. പിന്നെ വേറെ ആർക്കാണ്? പിന്നെ അവിടെയുള്ള പൂജാരി, കഴകൻ, തേങ്ങ വാങ്ങാന്നൊക്കെ പറയുന്ന കുറെ ടീംസ് ഇല്ലേ, ഇവർക്ക് എല്ലാവർക്കും അതിനിടയിൽ നല്ല ആക്സസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല, നമ്മൾ ആരും പറയുന്നില്ല ഇവരാരെങ്കിലുമാണ് മോഷ്ടിച്ചത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ചില അടുപ്പക്കാരാണ് ഇമാതിരി മോഷണങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BJP-ക്കാരെ മൊത്തക്കാണ്. BJP-ക്കാർ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഒന്നുമുണ്ടില്ല. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ കേരളത്തിൽ സ്വർണ്ണക്കൊള്ള, ശബരിമലത്തെ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള സമയത്ത് ഗംഭീരമായി സംസാരിച്ചിരുന്ന ചില ആളുകളുണ്ട്. അവരിങ്ങനെയാണ് സംസാരിക്കുക. ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കാൻ, അവിടെ ശബരിമലയിലെ പവിത്രത തകർക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ ശ്രമങ്ങൾ കണ്ടില്ലേ? ശബരിമലയ്ക്ക് മാത്രമേ ഈ പവിത്രത ഒക്കെ ഇവർ കണക്കാക്കുന്നുള്ളൂ. അതും പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് ഈ പവിത്രത ഒക്കെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞാൽ UDF ഭരണം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ വാർത്ത ഇന്നലെ എങ്ങാണ്ടാണ് മിഞ്ഞാന്ന് എങ്ങാണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു കളവ് പോയ വാർത്ത വരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് ശക്തമായിട്ടുള്ള ചർച്ച ആയിട്ടോ കഥാപ്രസംഗമായോ കേട്ടോ? ഇല്ലല്ലോ. അതിനിടയിൽ വേറെ വാർത്ത ഒന്നും അതിനിടെ മുങ്ങിപ്പോയി. വാർത്ത ഒന്നും ED കേസിന്റെ ഇടയിൽ ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വജ്രം, കോടികൾ വിലയുള്ള ഒരു വജ്രം കളവ് പോയത് അങ്ങോട്ട് മുക്കിക്കളഞ്ഞു. എല്ലാ വാർത്താ മാധ്യമങ്ങളും മുക്കിക്കളഞ്ഞു. വളരെ സൈലന്റ് ആയിട്ട് ഇതിങ്ങനെ പോവുകയാണ് ഈ ഒരു വാർത്ത എന്നുള്ളതാണ്. ഒന്നുകൂടി കേൾക്കാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ടാണ്. ഇനി ഇവരെ കാര്യം വെച്ചാൽ അത് വേറെ തമാശയാണ്. ഇവർക്ക് ഇത്തരം കാര്യങ്ങളെ താല്പര്യമുള്ളൂ. വിശ്വാസപരമായ കാര്യം, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം, ഇത്തരം കാര്യങ്ങളെ ഇവർ വായ തുറക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വായ തുറക്കലൊന്നും ഇവർക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ നമ്മുടെ അമ്പലം നോക്കേണ്ടത് വിശ്വാസികൾ മാത്രമാണ്. അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് വിശ്വാസികൾക്ക് മാത്രമേ പറ്റൂ എന്ന് ഘോരം പ്രസംഗിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ട്.
മുരളീധരൻ എന്ന പേര്. ഇദ്ദേഹത്തിന് ഈ ഗ്രൂപ്പിലൊന്നുമില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അയാൾ സത്യസന്ധമായിട്ട് തുറന്നു പറയും. അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം എങ്ങനെയായിരുന്നേ? ഞാൻ ഞാൻ ഇന്നലെ ഹോം മിനിസ്റ്റർ സംസാരിച്ചു. അദ്ദേഹം നിലവിൽ കമ്മിറ്റി ഉണ്ടാവണം. ആ കമ്മിറ്റിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളുണ്ട്. അവരുടെ അഭിപ്രായം ആഭ്യന്തരമന്ത്രി ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് നടപടി സ്വീകരിക്കും. ഒരു ക്ഷേത്രത്തിൽ ഒരു സ്വത്തും നഷ്ടപ്പെടാൻ പാടില്ല. ക്ഷേത്രം ഒരു ഏറ്റവും പുരാതന ക്ഷേത്രമാണ്. കോടികളുടെ സ്വത്ത് അവിടെയുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സംവിധാനം കൂടെ നമുക്ക് നോക്കണം. കാരണം ഇത് സ്വത്ത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനിയാണല്ലോ പണ്ട് ചൊല്ലുവാനെ കള്ളം കപ്പിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ ദേവന്റെ സ്വത്ത് ആർക്കും തൊടാൻ പാടില്ല. ഒരു സംശയവും കരുത്തില്ല. കൊള്ളാം. ഇദ്ദേഹം ഒരു ഭയങ്കര വിശ്വാസിയാണ് കേട്ടോ. നല്ലൊരു വിശ്വാസം എന്നൊക്കെ പറയേണ്ടി വരും. ഇദ്ദേഹത്തിന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. 1-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മനുഷ്യർ തിരിക്കും. അത് അദ്ദേഹത്തിന്റെ റുട്ടീനാണ്. അതിപ്പോഴും അച്ഛന്റെ പിന്നാലെ തന്നെ ഇദ്ദേഹം കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നു. അതിലൊന്നും നമുക്കൊരു കുറ്റം പറയില്ല. ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, അത് അവരെ കൃത്യമായിട്ട് നടത്തട്ടെ. പക്ഷേ ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദേവന്റെ സ്വത്ത് എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിലെ ഇത്രയധികം വില പിടിച്ച വജ്രങ്ങളും സ്വർണ്ണങ്ങളൊക്കെ ഈ ഒരു സമയത്തും കളവ് പോയിട്ടും അതിനെപ്പറ്റി വലിയ ചർച്ചയില്ല. BJP-കാർക്ക് പരാതിയില്ല, കോൺഗ്രസ്സുകാർക്ക് ഒട്ടുമേ ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും CPM-കാർക്കൊന്നും ഇത്തരം പരാതികളില്ല. നിങ്ങളെ കാര്യം നിങ്ങളായി, നിങ്ങളെ വാടായി എന്നുള്ളത് അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. പക്ഷെ അവരുണ്ടെങ്കിൽ ഇപ്പോഴെന്തായാലും വിഷയം പിണറായി വിജയൻ ആ വജ്രം കൊണ്ടുപോയിട്ട് സ്വന്തം മകൾക്ക് മോതിരുണ്ടാക്കി കൊടുത്തു നടക്കം ഒരു പക്ഷേ ഇവിടെ വാർത്ത വരും. ജനം ടിവിയിലേക്ക് ചിലപ്പോൾ വാർത്ത അതായിരിക്കും. ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ വിജയന്റെ പേരിലുള്ള മോതിരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കട്ട രത്നമാണോ എന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ വാർത്തകളൊക്കെ ചമച്ചു വിടാൻ ഒരു മടിയില്ലാത്ത മാധ്യമങ്ങളുള്ള സമയത്താണ് ഈ ഒരു വാർത്ത ഇങ്ങനെ ആരും കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ പോലെ മുക്കി കളയില്ല കേട്ടോ. ബൈ.